കാസർഗോഡ് അരമങ്ങാനത്ത് 20 വയസ്സുകാരിയായ നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച സംഭവം നാടിനെ വേദനയിലാഴ്ത്തി. ലാബ് ടെക്നീഷ്യയായ നന്ദനയെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച ഉച്ചയോടെയാണ് നന്ദനയെ വീട്ടിലെ കിടപ്പുമുറിയിൽ അവശ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ദേളിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. പെരിയ ആയമ്പാറ വില്ലാരംപൊതിയിലേക്ക് രവിയുടെയും സീനയുടെയും ഏക മകളാണ് നന്ദന. ഏപ്രിൽ 26-നായിരുന്നു അരമങ്ങാനം ആലിങ്കാൽ തൊട്ടിയിൽ വീട്ടിൽ രഞ്ജേഷുമായുള്ള നന്ദനയുടെ വിവാഹം നടന്നത്. ഇന്നലെ മരിക്കാൻ പോവുകയാണെന്ന് അമ്മയ്ക്ക് സന്ദേശം അയച്ച ശേഷമാണ് നന്ദന ജീവനൊടുക്കിയത്. സന്ദേശം ലഭിച്ചയുടനെ അമ്മ ഉടനെ നന്ദനയുടെ ഭർത്താവ് രഞ്ജേഷിനെ വിളിച്ചുവെങ്കിലും രഞ്ജേഷ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടുകാരെ വിളിച്ചപ്പോൾ നന്ദനയുടെ മുറി പൂട്ടിയ നിലയിലായിരുന്നു. ഉടൻ വാതിൽ പൊളിച്ച് അകത്ത് കയറിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദമാണോ മരണത്തിന് കാരണമായതെന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് മേൽപ്പറമ്പ് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.